ഈ മെയ് ദിനത്തിൽ CIT 18ാം സമ്മേളനത്തിൽ രൂപപ്പെടുത്തിയ കുറേ കാഴ്ചപ്പാടുകളും കുറേ നിഗമനങ്ങളും ഉണ്ട്. ആ നിഗമനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. ഗുരുതരമായ വ്യവസ്ഥാപിത പ്രതിസന്ധിയിൽ ഏർപ്പെട്ട നവോദാരവൽക്കരണ മുതലാളിത്ത ക്രമത്തിൻ്റെ വിനാശകരമായ ആഘാതത്തിനെതിരായാണ് നാം പോരാടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിരാതമായ ചൂഷണ വ്യവസ്ഥയെ മാറ്റുവാനുള്ള പോരാട്ടത്തെ കൂടുതൽ ശക്തമാക്കും എന്നുള്ളത് തന്നെയാണ് CITൻ്റെ നിലപാട് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി എന്ന് പറയുന്ന ഒരു വാക്ക് പോലും അവരുടെ ഒരു രേഖയിലും കാണുന്നതിന് വേണ്ടി നമുക്ക് കഴിയുന്നില്ല. വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ള പരിശോധിച്ച് നോക്കി ഒരു തൊഴിലാളി വേണ്ടിയുള്ള ഒരു നിലപാടും സ്വീകരിക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 29 കോഡുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ബാധിക്കുന്നതാണ് 29 കോഡുകൾ എന്ന് പറയുന്നത്. ഈ 29 കോഡുകളാണ് നമ്മുടെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്. അവൻ്റെ A to Z വരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി താങ്ങും തണലുമായി നിൽക്കുന്നത് ഈ 29 നിയമങ്ങളാണ്. ആ 29 നിയമങ്ങൾ അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരെ തങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് BJPയുടെ ഗവൺമെൻറ് ഈ കോഡുകളെ റദ്ദു ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഈ നിയമങ്ങളെ റദ്ദു ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ആ റദ്ദു ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടന്ന പാർലമെന്റിൽ നമുക്ക് ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടി പറയാൻ ആരെങ്കിലും ഉണ്ടോ? കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർ ആ ചർച്ചയിൽ പങ്കെടുത്തതേയില്ല. ആകെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പാർലമെന്റ് മെമ്പറായിട്ടുള്ള ഇന്നിപ്പോൾ CIT അലീൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇളവനം കരീം അടക്കമുള്ള 4-5 ഇടതുപക്ഷ MP മാത്രമാണ് ഈ കോഡിൻ്റെ ഈ തീരുമാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിൽ മന്ത്രിമാർ വന്നെങ്കിലും കേരളത്തിലെ തൊഴിൽ മന്ത്രി മാത്രമാണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് വേണ്ടി അവിടെ സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറായെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ഓർമ്മിക്കണം, സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യ അവകാശവും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കിനി പഴയതുപോലെയൊന്നും യോഗം ചേരുന്നതിന് വേണ്ടി കഴിയില്ല. പഴയതുപോലെ യൂണിയൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയില്ല. കൂട്ടായ വിലപേശലിന് നിങ്ങൾക്ക് കഴിയില്ല. ഒരു മുതലാളി ബോധപൂർവം ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തൊഴിലാളിക്ക് നൽകിയില്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് വിലപേശുവാനും ചോദ്യം ചെയ്യുവാനുള്ള അവകാശം ഈ കോഡിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലെ ചൂഷണം, തൊഴിലിടങ്ങളിൽ ധാരാളം ചൂഷണം നടക്കുന്നുണ്ട്. ആ ചൂഷണത്തിന് എന്ത് അനുകൂല നിലപാടും സ്വീകരിക്കുന്നതിന് വേണ്ടിയും തൊഴിലാളികളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള പച്ചക്കൊടി കാണിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളും ഇതിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നിയമലംഘനം മുതലാളി കാണിച്ചാൽ ഒരു തൊഴിലാളിക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് നിയമലംഘനം കാണിച്ചാൽ ആ നിയമലംഘനത്തിൻ്റെയും അവസാനമായിട്ടുള്ള തീരുമാനം പൂർണ്ണമായി എടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം മുതലാളിക്ക് കൊടുത്തിരിക്കുകയാണ്. പുതിയ നിയമം അനുസരിച്ച് തൊഴിലാളിക്ക് നിയമമില്ല. ശിക്ഷ ലളിതമാക്കിക്കൊണ്ട് ഏത് കുറ്റവും പണമടച്ച് രക്ഷപ്പെടുന്ന വിധത്തിൽ ഉള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഒരു മുതലാളി തൊഴിലാളിയെ നിരന്തരമായി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയടക്കം തീരുമാനം എടുക്കുന്നു ആ മുതലാളിക്കെതിരായി. എന്നാൽ ചെറിയ ലഘു ശിക്ഷ അടച്ചുകൊണ്ട് അടച്ചുകൊണ്ട് പണമടച്ച് രക്ഷപ്പെടുവാനുള്ള വിധത്തിലാണ് ഇന്ന് പുതിയ നിയമങ്ങൾ ഇന്ന് രൂപീകരിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ BJPക്കാരോട് പറയാം. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പ്രവചിക്കുന്നവരും ഒക്കെ തന്നെ പറയുന്നത് 4 സീറ്റ് 5 സീറ്റെന്ന്. ഒരു കാര്യം ഞാൻ തീർത്തും പറയാൻ ആഗ്രഹിക്കുന്നു, BJPയുടെ കേരളം സംസ്ഥാന നിയമസഭയിലേക്കുള്ള അക്കൗണ്ട് ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വലിയ പ്രയാസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പൂട്ടിട്ട് കൂട്ടിയൊക്കെയാണ്. അത് തുറക്കുന്ന കാര്യം വലിയ പ്രയാസമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ പലപ്പോഴും കാണുന്നത് BJPയും കോൺഗ്രസും തമ്മിലൊരു കൂട്ടാണല്ലോ. CPMനെ പരാജയപ്പെടുന്നതിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് വേണ്ടി അവർ തമ്മിൽ തയ്യാറാവുന്നുണ്ട്. പ്രത്യേകിച്ച് VD സതീശന് BJPയുടെയും RSSന്റെയും സ്വന്തം സുഹൃത്തും സ്വന്തം ബന്ധുവാണ്.
അപ്പം അതുകൊണ്ട് തന്നെ വി ഡി സതീശന്റെ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും കണ്ടാൽ തോന്നും ലോകത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്നാണ് തോന്നുന്ന നിലയിലുള്ള പ്രസ്താവനയും വെല്ലുവിളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വി ഡി സതീശൻ മനസ്സിലാക്കണം. പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2 ടേം മുഖ്യമന്ത്രിയാണ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയാണ് മെമ്പറാണ്, ഇന്ത്യയിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. നിങ്ങൾക്കൊരു ചരിത്രമുണ്ട്, പിണറായി വിജയൻ്റെ ഒരു ചരിത്രമുണ്ട്. പിണറായി വിജയൻ്റെ ചരിത്രത്തോടൊപ്പം ഓടിയെത്തുവാൻ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നടക്കില്ല എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്.